സംസ്ഥാനത്ത് വീണ്ടും തെരുവുനായ ആക്രമണം. കണ്ണൂർ നഗരത്തിൽ തുടർച്ചയായി രണ്ടാം ദിവസവും തെരുവുനായ നാട്ടുകാരെ കടിച്ചു. 2 വയസ്സുള്ള കുഞ്ഞുൾപ്പെടെ 20-ലേറെ പേർക്കാണ് കടിയേറ്റത്. ഇതോടെ 2 ദിവസത്തിനുള്ളിൽ കടിയേറ്റവരുടെ എണ്ണം 70 കടന്നു. തെരുവുനായയുടെ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് CPIM പ്രവർത്തകർ കോർപ്പറേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ ഉന്തും തള്ളുമുണ്ടായി. ആലപ്പുഴ അമ്പലപ്പുഴയിൽ കാൽനട യാത്രക്കാരെ ആക്രമിച്ച തെരുവുനായ ചത്തു. കണ്ണൂരിൽ 2 ദിവസത്തിനിടെ 50-ലധികം പേരെ തെരുവുനായ ആക്രമിച്ചതിൽ CPIM പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പ്ലക്കാർഡുകളുമായി എത്തിയ പ്രവർത്തകർ കണ്ണൂർ കോർപ്പറേഷൻ യോഗത്തിലേക്ക് തള്ളിക്കയറി മുദ്രാവാക്യമുയർത്തി. യോഗത്തിലുണ്ടായിരുന്ന ഭരണപക്ഷ അംഗങ്ങളുമായി പ്രവർത്തകരുടെ വാക്കേറ്റം. താവക്കര ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, ജില്ലാ ആശുപത്രി പരിസരം, കണ്ണോൺമെന്റ് തുടങ്ങിയ ഭാഗങ്ങളിലാണ് തെരുവുനായയുടെ ആക്രമണമുണ്ടായത്. ഇന്നത്തെ ആക്രമണത്തിൽ 2 വയസ്സുള്ള കുഞ്ഞുൾപ്പെടെ 20-ലധികം പേർക്കാണ് കടിയേറ്റത്. വിവിധ ആവശ്യങ്ങൾക്കായി നഗരത്തിലൂടെ നടന്നു പോകുമ്പോഴാണ് പലർക്കും കടിയേറ്റത്. കടിയേറ്റവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. സ്ഥിരമായിട്ട് വരുന്ന വഴി തന്നെയായത്. ഇത് വരുന്ന സമയത്ത് അവിടെ ലുലുവിൻ്റെ അവിടെ വെച്ചിട്ട് ഒരു പട്ടി ഇങ്ങനെ ഓടി വന്ന് കടിക്കുന്നില്ല എനിക്ക് തോന്നി. വന്ന പാടെൻ്റെ കാലിൽ കടിച്ച് അതിനെ ഒഴിവാക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ആണ് കുട്ടിയുടെ കൈക്ക് കടിച്ചത്. കൈയിൻ്റെ മുറിവെന്ന് വെച്ചാൽ നല്ലൊരു മുറിവാണ്. അന്ന് ബാക്കിൽ നിന്ന് അതിൻ്റെ ഒരൊറ്റ കടിയങ്ങ് കടിച്ചിട്ട് പിന്നെ പല്ലെടുക്കുന്നില്ല. പല്ലെടുക്കുന്നവർക്ക് ഇതുപോലെ കുടയുണ്ട്. കുടയൊക്കെ പൊട്ടിപ്പോയി, മുറിഞ്ഞു പോയി. കുടേനെ കൊണ്ട് ഞാൻ തിരിഞ്ഞിട്ട് കൊടുത്തോടെ ഞാൻ ആ സ്ലിപ്പിൽ ഞാൻ വീണുപോയി. വ്യാപകമായി ഉണ്ടായ ആക്രമണത്തിൽ എല്ലാവരെയും കടിച്ചത് ഒരേ തെരുവുനായ അല്ലെന്നാണ് കോർപ്പറേഷന്റെ നിഗമനം. ഇന്നലെ വൈകുന്നേരമാണ്, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് നഗരത്തിൽ പേപ്പട്ടിയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ 57 പേരെയാണ് കടിച്ചിട്ടുള്ളത്. ഉടനെ തന്നെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നമുക്ക് 2ഓളം പേപ്പട്ടികളെ നമുക്ക് പിടിക്കാൻ, ഒന്നിനെ നാട്ടുകാർ തല്ലിക്കുന്നതായിട്ടാണ് അറിയാൻ സാധിച്ചത്. മറ്റൊന്നിനെ ഞങ്ങൾ പിടിച്ച് ജില്ലാ വെറ്റിനറി ഓഫീസിൽ ആശുപത്രിയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. തെരുവുനായ ആക്രമണം രൂക്ഷമായതോടെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. ഇന്നലെ നാട്ടുകാരെ കടിച്ച നായ ചത്തതോടെ ഇരയായവർ ആശങ്കയിലാണ്. തെരുവുനായയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ രാവിലെ മുതൽ തുടരുകയാണ്. ജില്ലാ ഭരണകൂടത്തിന്റെ സഹായത്തോടെ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുമെന്ന് കോർപ്പറേഷൻ വ്യക്തമാക്കി. ആവശ്യമായ നടപടി രാവിലെ മുതൽ തന്നെ പട്ടിപിടുത്തക്കാർ 5ഓളം പട്ടിപിടുത്തക്കാർ കേന്ദ്രീകരിച്ച് പരിസരത്തുണ്ട്. കോർപ്പറേഷൻ്റെ സി ഡിവിഷൻ SI നിസാറിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം നമ്മുടെ ജീവനക്കാരും ഒരു ഭാഗത്തുണ്ട്. കണ്ണൂരിന് പുറമെ ആലപ്പുഴയിലും തെരുവുനായ ആക്രമണമുണ്ടായി. പുറക്കാട് മണക്കൽ സ്വദേശി ഗോപിക്കാണ് കടിയേറ്റത്. വീടിന് സമീപത്ത് വെച്ചാണ് ഗോപിക്ക് കടിയേറ്റത്. വളരെ ആളുകളെയും ഈ ചാടി ആക്രമിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് ഇത് പിന്നെ അവർ സാഹസികമായിട്ട് രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. ഇതിൻ്റെ അതിഥികൾ വന്ന് ഇതിനെ ഇവിടുന്ന് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ഇവിടുന്ന് അതിനെ കൊന്നു കളയുകയോ ചെയ്യുന്ന ഒരു നടപടി ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഗോപിയെ ആക്രമിച്ച നായ പ്രദേശത്തെ 15ഓളം നായകളെയും കടിച്ചു. മണിക്കൂറുകൾക്ക് ശേഷം നായയെ സമീപത്തെ വാഴത്തോട്ടത്തിൽ ചത്ത നിലയിൽ കണ്ടെത്തി. ന്യൂസ് മലയാളം, കണ്ണൂർ.